ഇന്നത്തെ സ്പെഷ്യൽ കർക്കിടക മാസക്കഞ്ഞി ആയാലോ? ഞാൻ ഉലുവക്കഞ്ഞിയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ അതേ ഉലുവയൊക്കെ കഴുകി വൃത്തിയാക്കി വേവാനിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ പച്ചരിയാണ് എടുത്തത്. പച്ചരിയും കഴുകി വൃത്തിയാക്കിയിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന ഉലുവയ്ക്കാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഒരു 10 മിനിറ്റോളം മൂടി വേവിക്കാം കേട്ടോ. അതങ്ങനെ വെന്തായി സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ ചിരകാം കേട്ടോ. ഇതേ വെന്തു കേട്ടോ. വെന്ത് നന്നായി അടിപൊളി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് കുറച്ച് ഉപ്പും ചൊരുക്കി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. ഉലുവ ആയതുകൊണ്ട് കുറച്ച് കയ്പ്പുണ്ടാവും. അതുകൊണ്ട് തന്നെ തേങ്ങ ഇത്തിരി കൂടുതൽ ഇട്ട് കൊടുത്തു പറഞ്ഞാൽ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തു പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഉലുവൻ്റെ ആ ഒരു കയ്പ്പ് നമുക്ക് തോന്നുകയില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റും ആയിരിക്കും. അപ്പം നമ്മുടെ ഉലുവക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് മൂടി വെക്കാം കേട്ടോ. മൂടി വെച്ചെന്ന് പറഞ്ഞാൽ അത് ഒന്ന് കുറുകി വരികയും ചെയ്യും. പിന്നെ ആ തേങ്ങാപ്പാലിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് ഇറങ്ങി വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് അടിപൊളി ഉലുവക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തേക്ക് മാറ്റിയാലോ? അപ്പോൾ അതാ ഒരു പാത്രത്തിൽ ഉലുവക്കഞ്ഞിയൊക്കെ വിളമ്പി അതിൻ്റെ സൈഡിൽ ബീൻസ് ഉപ്പേരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ മുരിങ്ങക്കറിയായിരുന്നു. സൈഡിൽ അച്ചാറും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ അത്താഴത്തിന് ഞങ്ങളുടെ സ്പെഷ്യൽ കേട്ടോ. ഈ ഒരു കർക്കിടക മാസത്തിൽ ഇതുപോലുള്ള കഞ്ഞി, ചെറുപയർ, അതുപോലെ ഉലുവക്കഞ്ഞിയൊക്കെ നല്ല അടിപൊളി ഹെൽത്തിയാണ് കേട്ടോ.